ആയിട്ടുള്ള കുറേ അലമ്പ് പ്രശ്നങ്ങളെല്ലാം പേടിച്ചിട്ടുമായിട്ടുള്ള ഏരിയസ് ചെയ്തിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാച്ചിലോ പുകച്ചിലോ അങ്ങനെ എന്തൊക്കെയോ ഒരു സംഭവം. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു കോണ്ടന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ കോണ്ടന്റ് എന്ന് പറയുന്നത് വളരെയധികം ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ആക്ച്വലി ഒരു 1 month ആയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാലോ, ഒരു മാസത്തിൻ്റെ അടുത്തായിട്ട് ഞാൻ വളരെ അധികം ബിസി ആയിരുന്നു. കല്യാണം, ഉത്സവം, പിന്നെ അതേപോലെ എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറേ അലമ്പ് പ്രശ്നങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പോക്കുകളും വരവുകളും ഒക്കെ ആയിട്ട് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള, എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഒരുപാട് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടക്കാം. കുറച്ച് നാൾക്ക് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പർപ്പിൾ ഹോൾ കേട്ടോ. അണ്ടർ 99 റുപ്പീസിൽ വരുന്ന കുറച്ച് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ പ്രൊഡക്റ്റ് വാങ്ങിയ സ്ഥിതിക്ക് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയ ആ സമയം മുതലുള്ള കുറച്ച് എക്സ്പീരിയൻസും അതിൻ്റെ ഓൺ റിവ്യൂസും ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കോണ്ടന്റ് എന്ന് പറയുന്നത്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ പറയാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന്. ഇല്ലാത്ത ആളുകൾക്ക് ഞാൻ ജസ്റ്റ് അത് എന്താണെന്നൊന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ആ ഒരു ഐറ്റം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കാർമസി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ നാച്ചുറൽ ഡിയോഡ്രൻറ്റ് റോൾ-ഓൺ ആണ്. ഞാൻ പൊതുവേ ഈ റോൾ-ഓണും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ്. സ്പ്രേ യൂസ് ചെയ്യാറില്ല. പകരം ഞാൻ അത്തറില്ലേ, നോർമലായിട്ടുള്ള നമ്മുടെ അത്തറുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അങ്ങനത്തെ ഐറ്റംസാണ് ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യാറുള്ളത്. ചിലപ്പോൾ 2-3 സ്മെല്ലൊക്കെ കുറേശ്ശെ എടുത്തിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് നോക്കും. എന്നിട്ട് ചിലപ്പോൾ ആ സ്മെല്ല് നല്ല രസം ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ മിക്സ് ചെയ്തിട്ട് ഒക്കെയാണ് ഞാൻ അത്തറുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അത്തറിനെ കുറിച്ച് അറിയാമല്ലോ, നമുക്ക് ഒരുപാട് നേരം ആ ഒരു ഫ്രാഗ്രൻസ് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത്തറാണ് ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ കാർമസിയുടെ ഈ ഒരു ഐറ്റം ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും ഉള്ളതാണ് കേട്ടോ. ഇത് വന്നിട്ട് ഫ്ലോറൽ സൺസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താ പറയുക, അതാണ് അതിൻ്റെ ഒരു സ്മെല്ലിൻ്റെ ഇത് വരുന്നത്. അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. 95% നാച്ചുറൽ, 5% എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്തിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. നോ ആൽക്കഹോൾ, നോ അലൂമിനിയം, അതേപോലെ നോ ട്രൈക്ലോസാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്. അതൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 249 രൂപയാണ്. ഇതിൻ്റെ മേലെ ഞാൻ ക്ലോസപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ കാർമസിയുടെ റോൾ-ഓൺ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത്. കണ്ടോ, നാച്ചുറൽ ഡിയോഡ്രൻ്റ് ആണ്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബോട്ടിലിൻ്റെ മേലെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഇതൊന്ന് വായിച്ച് നോക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 50 ml ഓഫ് പ്രോഡക്റ്റ് ഉണ്ട്. നെറ്റ് ക്വാളിറ്റി വരുന്നത് 50 ml ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഐറ്റം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ. ഞാൻ പൊതുവേ റോൾ-ഓൺ ഒന്നും യൂസ് ചെയ്യാറില്ല, സ്പ്രേ ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ ഞാനിത് എന്താ പറയുക, വെറുതെ ഒന്ന് വാങ്ങിയതാണ്. എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വാങ്ങി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തതിന് ശേഷം ഉള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിങ്ങനെയാണ് കേട്ടോ വരുന്നത്. നോർമലായിട്ട് ഓപ്പൺ ചെയ്യുക. ഇതേപോലെ അറിയാമല്ലോ റോൾ-ഓൺ എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്മെല്ലാണ്. പിന്നെ ഇതിൻ്റെ മേലെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. സാധാരണ റോൾ-ഓൺ എന്താ പറയുക, ഡിയോഡ്രൻറ്റും ആയിട്ടുള്ള ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യം ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സിന്തറ്റിക് ആയിട്ടുള്ള ഡിയോഡ്രൻറ്റ് അലൂമിനിയം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രൈക്ലോസാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം അങ്ങനെ തന്നെയാണ് പറയുന്നത് തോന്നുന്നത്. ആ ഐറ്റംസ് ഒന്നും സാധാരണ എല്ലാത്തിലും യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അലൂമിനിയം നമ്മുടെ പോഴ്സ് ഇല്ലേ, നമ്മുടെ സ്കിന്നിലെ പോഴ്സിനെ ക്ലോഗ് ചെയ്യും, എന്താ പറയുക, പോഴ്സിനെ അടയ്ക്കും. ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കും അലൂമിനിയം എന്നാണ് പറയുന്നത്. പിന്നെ കാർമസിയുടെ ഈ ഒരു ഡിയോഡ്രൻറ്റ് വന്നിട്ട് അണ്ടർ ആംസിനെ എന്താ പറയുക, നല്ല രീതിക്ക് ഈ ഓർഡറും ബാഡായിട്ടുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ
എന്താ പറയുക കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. നാച്ചുറലി ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ അലൂമിനിയം ട്രൈക്ലോസാൻ എന്ന് പറഞ്ഞാൽ ആ സംഭവം ഒന്നും അടങ്ങിയിട്ടില്ല. പിന്നെ ഓൾ ഡേയ്സ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആയതുകൊണ്ട് തന്നെ ഡെയിലി നമ്മുടെ എന്താ പറയുക ഡെയിലി നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നല്ലൊരു കൂളിംഗ് ഏജൻറ്റ് നമ്മൾ സ്കിന്നിലിടുന്ന സമയത്ത് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു. പിന്നെ പിഗ്മെൻറ്റേഷൻ ഇല്ലേ നമ്മുടെ അണ്ടർ ആംസിൽ ഈ ഷേവ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവണ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവണ ഒരു പ്രശ്നമാണ് ഈ പിഗ്മെൻറ്റേഷൻ, അവിടെ ഒരു നിറവ്യത്യാസം എന്ന് പറയുന്നത്. അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും നല്ലൊരു ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ പോഴ്സിനെ ഒന്നും ക്ലോഗ് ചെയ്യാതെ നോർമലായിട്ട് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അപ്പോൾ ഒരു മാസത്തിനടുത്തായിട്ട് ഞാനിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കല്യാണത്തിൻ്റേതായിട്ടുള്ള കുറേ ഷോപ്പിംഗ്, പോക്കുകൾ, വരവുകൾ, പേഴ്സണലായിട്ടുള്ള കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ, ഉത്സവം, അങ്ങനെ സകലമാന പരിപാടികളായിട്ട് ഞാനിങ്ങനെ ഓട്ടത്തിൽ തന്നെയായിരുന്നു. ഡെയിലി എന്ന് പറയുമ്പോൾ ഞാൻ വെറും ഓട്ടത്തിലായിരുന്നു. അപ്പം ഞാൻ ആ സമയത്താണ് ഈ ഒരു ഐറ്റം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് കേട്ടോ. എന്താണെന്നറിയില്ല, ശരിക്കും ഞാൻ ഈ ഒരു ഐറ്റം വാങ്ങിയത് നന്നായി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ടൈമായിരുന്നു അത്. ഫസ്റ്റ് ടൈം ഞാൻ ഈ ഡിയോഡ്രൻറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരാളായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ടൈം ഞാനിത് എടുത്തിട്ട് അണ്ടർ ആംസിൽ ആക്കിയ സമയത്തില്ലേ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ നല്ലോണം പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ടുള്ള എരിവ് രണ്ട് ഒരു ഭാഗത്ത് ജസ്റ്റ് ഇതിൽ അവർ തന്നെ പറയണുണ്ട്, ഇതിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പാച്ച് ടെസ്റ്റ് ചെയ്തില്ല, ഞാൻ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്തു. വൺ സൈഡ് ഞാൻ അപ്ലൈ ചെയ്ത സമയത്താണ് എനിക്ക് ഭയങ്കരമായിട്ടുള്ള എരിച്ചിലോ പുകച്ചിലോ അങ്ങനെ എന്തൊക്കെയോ ഒരു സംഭവം എനിക്ക് തോന്നിട്ടോ. അപ്പോഴേ ഞാൻ വിചാരിച്ചു എനിക്കിത് സ്കിന്നിൽ പറ്റുണ്ടാവില്ല. ഇതിൽ തന്നെ പറയുന്നുണ്ട് നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ എന്നല്ല. ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി പാച്ച് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അണ്ടർ ആംസിൽ തന്നെയാണല്ലോ നമ്മൾ ഇട്ട് നോക്കുക. അപ്പോൾ എനിക്കിത് പറ്റൂല, ഇനി ഇതിപ്പോൾ ഒഴിവാക്കേണ്ടി വരും. ഇത് നമ്മൾ എന്താണെന്നറിയോ, നോർമലി ഒരു സ്പ്രേ അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നത് പോലെ അല്ലല്ലോ ഈ ഡിയോഡ്രൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു സാധനം എനിക്ക് മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കാരണം ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ അണ്ടർ ആംസിൽ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ ഒരു സാധനം ഞാനിപ്പോൾ അമ്മയ്ക്കോ അല്ലെങ്കിൽ വേറെ ആർക്കോ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. എൻ്റെ സ്കിന്നിൽ എന്താ പറയുക നേരിട്ടുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളുമാണ്. ഈ ഡിയോഡ്രൻറ്റ് നമുക്ക് റോൾ ഓൺ നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത് വേറൊരാൾക്ക് യൂസ് ചെയ്യാനും പറ്റില്ല. ഞാൻ വാങ്ങി എന്താ ഇപ്പോൾ ചെയ്യുക എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ ഈ ഭാഗത്തിട്ടിട്ട് ഞാനത് എന്തായാലും വേണ്ടില്ല, ഇവിടെയും കൂടെ ഒന്ന് ഇട്ട് നോക്കാം, ഇപ്പുറത്തെ ഭാഗത്തും കൂടി ഇട്ട് നോക്കാൻ എന്നിട്ട് ഞാൻ രണ്ട് ഭാഗത്തിട്ടപ്പോൾ രണ്ട് ഭാഗത്തു നിന്ന് ഭയങ്കരമായിട്ടുള്ള എരിച്ചിലോ പുകച്ചിലോ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാൻ നിർത്തി ഈ സംഭവം യൂസ് ചെയ്യുന്നത് നിർത്തി. പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്നുള്ളതിൽ ഞാൻ വീണ്ടും ഈ സാധനം എടുത്തിട്ട് പേടിച്ചുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് വൺ സൈഡ് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ ആദ്യം എനിക്കുള്ള ആ എക്സ്പീരിയൻസ് ഇല്ലേ, അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആട്ടോ എനിക്കുണ്ടായത്. എരിച്ചിലോ പുകച്ചിലോ അങ്ങനത്തെ ഒരു സാധനവും ഇല്ല. നല്ലൊരു കൂളിംഗ് ഉണ്ടായിരുന്നു. അവരിതിൽ പറയുന്നത് പോലെ തന്നെ നല്ലൊരു ഇടുമ്പോൾ ഒരു വെള്ളം നമ്മൾ കയ്യിൽ ആക്കുന്ന സമയത്ത് ചെറിയൊരു തണുപ്പ് ഉണ്ടാവില്ലേ, അതേപോലൊരു നല്ലൊരു ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു കൂളിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എന്താ പറയുക, ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യാത്തതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും കുഴപ്പമായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ആവാനാണ് ചാൻസ്. പിന്നെ എനിക്ക് ആ എരിച്ചിലോ പുകച്ചിലോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അന്ന് മുതൽ എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ അവിടുന്ന് മുതൽ ഡെയിലി ബേസിസിൽ ഞാൻ ഇതിൻ്റെ ലൈഫിൻ്റെ ഭാഗമാക്കി എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇത് ആക്ച്വലി ഇത് കഴിയാനായിട്ടുണ്ടെന്ന് തോന്നുന്നത്, ഇതിലൊന്നും ഇല്ലാതാ തോന്നുന്നത്. കുറച്ചുണ്ടെന്ന് തോന്നുന്നത്, കുലുങ്ങുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ അന്ന് മുതൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. എനിക്ക് കല്യാണത്തിൻ്റെ തിരക്കും അങ്ങനെ ഞാൻ തിരക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ സമയത്തൊക്കെ ഞാനിത് ഇട്ടിട്ടാണ് പോവുക. ഇത് ഇട്ടിട്ട് പോയിട്ട് രാവിലെ പോകുന്ന സമയത്ത് യൂസ് ചെയ്തിട്ട് വൈകുന്നേരം നമ്മൾ തിരിച്ച് ആകെ മൊത്തം അലമ്പായി എന്താ പറയുക, ഇങ്ങനെയാണല്ലോ നമ്മൾ തിരിച്ച് വീട്ടിലെത്തുക, വേർത്ത് കുളിച്ച് അങ്ങനെയാണ് വീട്ടിലെത്തുക. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞ് നമ്മൾ കുളിക്കുന്ന സമയത്തെ
ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് ഇതിൽ പറയുന്ന ഈ ഒരു സ്മെല്ലില്ലേ, ഫ്ലോറൽ സൺസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്മെല്ലാണെന്നാണ് പറയുന്നത്. ആ ഒരു ഇതിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു സ്മെല്ല്, ഇതിൻ്റെ സ്മെല്ല് അപ്പോഴും ഉണ്ടാകും. വലിയ അളവിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു സ്മെല്ലല്ലെങ്കിലും അതിൻ്റെ ഒരു ചെറിയ സ്മെല്ല് നമ്മുടെ ശരീരത്തിൽ അപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാഡായിട്ടുള്ള സ്മെല്ലും കാര്യങ്ങളും ഒന്നും നമ്മുടെ അടുത്ത് നമുക്കത് അറിയണമെന്നില്ല. നമ്മുടെ അണ്ടർആംസിൽ നിന്ന് വരുന്ന ആ ഒരു സ്മെല്ലില്ലേ, ആ സ്മെല്ല് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്കാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഡെയിലി ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ കമ്പി പിടിച്ച് ഞാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തുള്ള ആളുകൾക്കായിരിക്കും ആ സ്മെല്ല് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുക. കാരണം എനിക്കത് നല്ല രീതിക്ക് മനസ്സിലാവുന്ന ഒരാളാണ് കേട്ടോ. ഞാനിപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ സ്കൂൾ കുട്ടികളും ആ ഒരു സമയമല്ല, സ്കൂളിൻ്റെ സമയത്തൊക്കെ, ആ സമയത്തൊക്കെ ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും ബസ്സിലുണ്ടാവുക. അത് എല്ലാവർക്കും ഉണ്ടാകുന്ന സ്മെല്ലാണ്. അതൊരു കുറ്റമായിട്ടോ ദോഷമായിട്ടോ പറയുന്നതല്ല, എല്ലാവർക്കും ഉണ്ടാകുന്ന വേർപ്പിൻ്റെ ആ സ്മെല്ലാണ്. ഇതെല്ലാം ഭയങ്കരമായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് എനിക്കറിയാം, നമുക്കറിയാം. അവിടെ നിൽക്കുന്ന അവരോടിപ്പോൾ നമുക്ക് പോയി പറയാൻ പറ്റുമോ, നിങ്ങൾക്ക് ഇത്രയും സ്മെല്ല് വരുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് നമുക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിൽ ഇങ്ങനെ കമ്പി പിടിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അണ്ടർആംസിൽ നിന്ന് വരുന്ന ആ സ്മെല്ല് എനിക്കറിയുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്കാണ് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവുക. അപ്പോൾ ഈ ഒരു സാധനം യൂസ് ചെയ്ത സമയത്തില്ലേ, അത്രയ്ക്കും എന്താ പറയുക, ഇത് തുറക്കുമ്പോഴുള്ള ആ ഒരു സ്മെല്ല് അല്ലെങ്കിലും കൂടെ എപ്പോഴും അതിൻ്റെ ആ ഒരു സ്മെല്ല് എൻ്റെ അണ്ടർആംസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാഡായിട്ടുള്ള ആ സ്മെല്ലിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ കാർമസിയുടെ നമ്മുടെ നാച്ചുറൽ ഡിയോഡ്രൻറ്റ് റോൾ-ഓൺ എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ തവണ വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ. അറിയണമെങ്കിൽ ഞാൻ ട്രൈ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൽ പറയുന്നുണ്ട് എന്താണ്, പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നുകയാണെങ്കിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു ഡോക്ടറെ പോയി കാണാനും പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഇത് സ്റ്റോർ ചെയ്യേണ്ടത് കൂൾ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള പ്ലേസിലാണെന്ന് പറയുന്നത്. കുട്ടികളെടുത്തിട്ട് ചെറിയ കുഞ്ഞു വാവകളൊക്കെ ഉണ്ടാവില്ല, അവരുടെ അടുത്തൊന്നും പെടാതെ നോക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ ഇത് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ പറയുക, കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് ചോദിച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെന്താ ഇതിൽ പറഞ്ഞിട്ടുള്ളത്, നാച്ചുറൽ ഫോർമുലേഷനാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഫസ്റ്റ് ടൈം ഒരു ചെറിയൊരു ഇരിച്ചിലും പുകച്ചിലും ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നെ എനിക്കിത് നല്ല രീതിക്ക് എനിക്ക് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എന്തായാലും കണ്ടിന്യൂസ്ലി ഇനിയും യൂസ് ചെയ്യും. കാരണം ഇപ്പോൾ വേനൽക്കാലം കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളിത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഇതായിരുന്നു. നമ്മുടെ ഇന്നത്തെ കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, നിങ്ങളിതൊന്ന് വാങ്ങി ട്രൈ ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിനോടും കൂടി പറയാം കേട്ടോ, ഇങ്ങനൊരു ചാനലുണ്ട്. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാനും കൂടി പറയാം. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.